السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وحده والصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا يا رب العالمين. അൽഹംദുലില്ലാഹ് വബിഫദ്ലില്ലാഹ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മറ്റൊരു ക്ലാസ്സിൽ റബ്ബിനെ അറിയാനുള്ള മറ്റൊരു ക്ലാസ് അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലും പറയുന്നത് പോലെ തന്നെ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സൽക്കർമ്മങ്ങൾ, ഇന്നിപ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ മാത്രമല്ല, ഓരോ കുഞ്ഞു കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ചെയ്യുന്നതിന്റെ നീയത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പുതുക്കിക്കൊണ്ടിരിക്കുക. നമ്മളത് ഓൾറെഡി ചെയ്യുന്ന കാര്യമായിരിക്കും അല്ലെ, പക്ഷെ അതെന്താണ്, പെട്ടെന്ന് നമ്മളൊന്ന് അതിനൊന്ന് നീയത്തൊക്കെ പുതുക്കി നല്ലൊരു രീതിയിൽ ചെയ്യുമ്പോൾ അത് വീണ്ടും എന്തായിട്ട് മാറാണ്, റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമായിട്ട് മാറാണ് അല്ലെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലും എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും ഓർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നിയത്തിനെ നന്നാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് എടുത്തു തരുന്നത് നുജൂം ശരിയ സ്റ്റുഡന്റ് ആയിട്ടുള്ള റഹ്മ ബിൻത്ത് നാസറാണ്. ഇൻഷാ അല്ലാഹ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. സൗണ്ട് ക്ലിയർ ആണ്? ക്ലിയർ ആണ്. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى أصحابه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ ഓർക്കുന്ന ഒരു സദസ്സിന്റെ ഭാഗമാകാൻ എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. പറയാൻ പോകുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി വിഷയത്തിലോട്ട് കടക്കാം. ബിസ്മില്ലാഹ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഹദീസ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഏതൊരു പ്രവൃത്തിയും അത് ഉദ്ദേശത്തിനനുസരിച്ചാണ്. ഓരോ മനുഷ്യനും അവൻ എന്താണ് കരുതിയത് അത് മാത്രമായിരിക്കും അവന് ലഭിക്കുക. ഇതാണ് ഈ ഒരു ഹദീസിന്റെ മീനിങ്. നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതും നിലനിൽക്കേണ്ടമായ ഒരു പ്രധാന കാര്യമാണ് അന്നിയ്യ അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി. നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും സ്വീകാര്യതയുടെ മാനദണ്ഡമാണ് അന്നിയ്യ. നമ്മുടെ നിയ്യത്ത് ഇഖ്ലാസ് ഉള്ളതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനം സ്വീകരിക്കുകയും അതിന് നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇനി അഥവാ നിയ്യത്ത് ഇഖ്ലാസ് ഇല്ലെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അമല് സ്വീകരിക്കുകയുമില്ല, അതിന് പ്രതിഫലം ലഭിക്കുകയുമില്ല, ആ ഒരു അമല് ബാത്തിലായി പോവുകയും ചെയ്യും. ഈ ഒരു നിയ്യത്തിന്റെ ഇമ്പോർട്ടൻസ് സൂചിപ്പിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. അതായത് ഇന്ന നിയ്യത ബിമൻസിലതി റൂഹ്, നിയ്യത്ത് ആത്മാവിന്റെ സ്ഥാനമാണ് നിയ്യത്തിനുള്ളത്. വൽ അമലു ബിമൻസിലതിൽ ജസദ്, പ്രവർത്തനങ്ങൾക്കോ ശരീരത്തിന്റെ സ്ഥാനമാണുള്ളത്. അല്ലതി ഇദാ ഫാറഖ റൂഹ് മാതത്, ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ശരീരം മരിക്കും. അതുപോലെ ഒരു പ്രവർത്തനത്തിൽ നിയ്യത്ത് നഷ്ടപ്പെട്ടാൽ ആ പ്രവർത്തനവും നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ശരീരത്തിന് ജീവൻ നൽകുന്നത് എന്താണ്? റൂഹാണ്. അതുപോലെ ഒരു അമലിന് ജീവൻ നൽകുന്നത് എന്താണ്? നിയ്യത്താണ്. ആ അമലിന് നിയ്യത്തില്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് ജീവൻ ഉണ്ടാവുകയില്ല, അതവിടെ നിഷ്ഫലമായി പോവുക തന്നെ ചെയ്യും. പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ. അദ്ദേഹം പറയാണ്, തന്റെ ജീവിതത്തിൽ
നിയ്യത്ത് നന്നാക്കാൻ അദ്ദേഹം പ്രയാസപ്പെട്ടതുപോലെ വേറെ ഒരു അമലിനും അദ്ദേഹം പ്രയാസപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പണ്ഡിതന്മാർക്ക് വരെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് എന്ത്? നിയ്യത്ത്. അപ്പൊ സാധാരണക്കാരായ നമ്മളും അതിന് നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് നല്ല രീതിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ നിയ്യത്ത് നന്നാക്കാൻ വേണ്ടി. ഇനി നമ്മള് എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അല്ലെ? രാത്രി ഓതുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്കിലെ 2ാമത്തെ ആയത്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഈ ഒരു ആശയം വരുന്ന ആയത്ത്. ഇതില് അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി കൂടുതൽ പ്രവർത്തിക്കുന്നത്. അക്സറു അമല എന്നല്ല പറഞ്ഞ, ധാരാളം പ്രവൃത്തി ഇങ്ങനെ ചെയ്ത് കൂട്ടുക, എന്നിട്ട് അതിനൊന്നും മര്യാദക്ക് നെയ്യത്തുണ്ടാവൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിയിട്ടല്ലായിരിക്കും. ആ ഒരു രീതിയിലല്ല ആയത്ത് വന്നത്. പകരം എന്തായിട്ടാണ് വന്നേക്കണം? അയ്യുക്കും അഹ്സന അമല, ഏറ്റവും നന്നായി ചെയ്യുന്നവൻ, പ്രവർത്തിക്കുന്നവൻ എന്ന ആ ഒരു മീനിങ്ങിലാണ് ആയത്തിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, 2 കാര്യങ്ങൾ ഒത്തുചേർന്നാലാണ് ഒരു അമല് അഹ്സനുൽ അമലാവ. നേരത്തെ പറഞ്ഞ ആയത്തില് അഹ്സനു അമലാകണമെങ്കിൽ 2 കാര്യങ്ങൾ ഒത്തുചേരണം. അതിലൊന്ന് അഖ്ലസു രണ്ടാമത്തത് വ അസ്വബഹു. ആ അമൽ എന്തായിരിക്കണം? അഖ്ലസു വ അസ്വബഹു. അപ്പൊ അടുത്തുള്ള ആൾക്കാർ ചോദിച്ചു, എന്താണ് ഈ അഖ്ലസു വ അസ്വബഹു എന്ന് ചോദിച്ചപ്പോ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുള്ള പറയാണ്, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുഖ്ബൽ. ഇപ്പൊ ഒരു അമല് അത് നല്ല ഇഖ്ലാസുള്ള അമലായിരിക്കും, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ മാതൃകയില്ലെങ്കിൽ, സ്വഹാബത്ത് ചെയ്ത മാതൃകയില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അമല് സ്വീകരിക്കുകയില്ല. ഇനി വഇദാ കാന സവാബൻ വലം യകുൻ ഖാലിസൻ ലം യുഖ്ബൽ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ തന്നെയാണ് അവൻ ചെയ്തത്, പക്ഷെ അവന്റെ നീയത്ത് അത് ഇഖ്ലാസ് ഉള്ളതല്ലായിരുന്നു, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിലും ആ ഒരു അമല് അവിടെ അത് സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ യകൂന ഖാലിസൻ സവാബൻ, അത് ഇഖ്ലാസ് ഉള്ളതാകുന്നത് വരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അത് ആകുന്നത് വരെ ആ അമല് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ ഇവിടെ ഖാലിസൻ അഖ്ലസു വസ്വബഹു നേരത്തെ പറഞ്ഞത് എന്താണ്? ഖാലിസൻ സവാബൻ. ഖാലിസൻ എന്ന് പറഞ്ഞാൽ അയ്യക്കൂനലില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. വേറെ ഒരാളുടെ തൃപ്തി ആഗ്രഹിച്ചിട്ടായിരിക്കരുത് ആ ഒരു അമല് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ സവാബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യക്കൂന അല സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് പിൻപറ്റിയിട്ടായിരിക്കണം നമ്മൾ ആ ഒരു അമല് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളായിട്ട് ഇനി അതിലൊന്നും ആഡ് ചെയ്യാനില്ല, കുറയ്ക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഇഖ്ലാസോട് കൂടി ചെയ്യാനും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു അമല് അഹ്സനുൽ അമലായി മാറുകയുള്ളൂ. ഇതെല്ലാവരും ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ഓതുമ്പോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാ അമലുകളും അഹ്സനുൽ അമലാണോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഇനി ഇതുപോലെ തന്നെ വേറൊരു ഹദീസ് ഉണ്ട്, നിയ്യത്തിന്റെ ഇമ്പോർട്ടൻസ് സ്ട്രെസ് ചെയ്യുന്ന ഒരു ഹദീസാണ്. അതായത് അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന 3 വിഭാഗം ആൾക്കാരുണ്ടാവും. അവരായിരിക്കും ഫസ്റ്റ് നരകത്തിലോട്ട് എറിയപ്പെടുന്ന ആൾക്കാർ. അതില് ഒന്ന്, അവൻ ജിഹാദ് ചെയ്ത ആളായിരിക്കും, ജിഹാദ് ചെയ്ത് മരണപ്പെട്ട ആളായിരിക്കും. പക്ഷെ അവൻ ശരിക്കും അത് ചെയ്തത് എന്തിനാണ്? അവൻ ധീരൻ എന്ന് അറിയപ്പെടാനാണ് അവൻ അവന്റെ ജീവൻ തന്നെ നൽകിയത്, അല്ലാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അല്ലായിരുന്നു അവൻ അത് ചെയ്തത്. അതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സെക്കൻഡ് എന്ന് പറയുന്നത് അൽ ആലിം, അവൻ പണ്ഡിതനാണ്, നല്ല അറിവുള്ള ഒരാളാണ്. പക്ഷെ അവൻ ശരിക്കും പഠിച്ചത് എന്തിനാണ്? അവൻ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ അവൻ നല്ലൊരു പണ്ഡിതനാണ് എന്ന് അറിയപ്പെടാൻ വേണ്ടിയാണ്, അവന് ആലിം എന്ന് ആ ഒരു ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയാണ് അവൻ ശരിക്കും ആലിമായത്. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ വേണ്ടി ആയിട്ട് ആ ഒരു നിയത്തിലാണ് അവൻ ആലിമായത്.
മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ധനികനായ മനുഷ്യന്മാർ, റിച്ച് ആയിട്ടുള്ള പീപ്പിൾ. അവരെ ആക്ച്വലി ആ സമ്പത്ത് അവർ നൽകിയത് എന്തിനാണ്? മറ്റുള്ള അവൻ ധാരാളം സമ്പത്ത് നൽകുന്നവനാണെന്ന് മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് അവൻ ആക്ച്വലി ആ ഒരു ധനം അവൻ ചെലവഴിച്ചത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിയ്യത്താണ് ഇമ്പോർട്ടന്റ്. ഇവർ ചെയ്ത അമലുകൾ നോക്കിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന അമലുകളാണല്ലേ. പക്ഷെ ആ ഒരു അമലുകളൊക്കെ നിഷ്ഫലമായി പോയി അവർ ഫസ്റ്റ് നരകത്തിൽ എറിയപ്പെടാൻ തന്നെ കാരണമായത് എന്താണ്? അവന്റെ ഇഖ്ലാസ് ഇല്ലായ്മയാണ് എന്ന് മനസ്സിലാക്കണം. എല്ലാവരും അവസാനത്തെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ അമലുകൾ ചെയ്യേണ്ട തോഫീഖ് നൽകട്ടെ. ഇനി നിയ്യത്തിന്റെ വിഷയത്തിൽ തന്നെയാണ് നമുക്ക് ധാരാളം മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതായത് നിയ്യത്ത് നമ്മൾ നാവ് കൊണ്ട് പറയണം. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്വലാത്തിന് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടണം. കൈകെട്ടുന്നതിന് മുമ്പ് നിയ്യത്ത് വെക്കൂല. അപ്പൊ പെട്ടെന്ന് അറബിയിൽ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ച കുറെ അറബിയിലുള്ള ഇത് ഇങ്ങനെ സല്ലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റക്അത്തൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പറയും. പക്ഷെ നമ്മുടെ നാവ് എങ്ങനെയുണ്ട്, നമ്മുടെ ഹൃദയം അറിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നീയത്ത് വരരുത്. നീയത്ത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. കാരണം നീയത്തിന്റെ സ്ഥാനം അത് ഹൃദയമാണ്. ഇപ്പൊ നമ്മൾ ഈ ഹദീസ് നേരത്തെ പറഞ്ഞല്ലോ, നവ. ഇവിടെ നവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുതൽ എന്നൊക്കെയാണ്. അപ്പൊ ഇത് ആക്ച്വലി ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതാണ് ഈ കരുതുക എന്നുള്ളത്. അപ്പൊ ഹൃദയത്തിന് കരുതിയിട്ടില്ലെങ്കിൽ നാവ് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു അമല് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ നീയത്ത് വെക്കണം. അതുപോലെ തന്നെ നോമ്പെടുക്കുന്ന വിഷയമാണെങ്കിലും രാത്രി പെട്ടെന്ന് നാവ് കൊണ്ട് പറയാം, പക്ഷെ നമ്മുടെ ഹൃദയത്തിന് ആ കൽബില് തട്ടിയിട്ടില്ലെങ്കിൽ ആക്ച്വൽ ആ ഒരു നീയത്ത് കൊണ്ട് അവിടെ യാതൊരു ഫായിദയും ഇല്ല നമ്മൾ മനസ്സിലാക്കാം. ഇനി നീയത്തിന് ധാരാളം പ്രാധാന്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു അമല്, ആ അമലിനെ പുണ്യകർമ്മമാക്കി മാറ്റുന്നത് എന്താണ്? നീയത്താണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറെ എക്സാമ്പിൾസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുളിക്കുന്നതാണെങ്കിൽ നമ്മൾ ശരിക്കും കുളിക്കുന്നത് ശരീരത്തിന് ശുദ്ധിയാക്കാൻ. ആ സാധാരണ ഡെയിലി ചെയ്യുന്ന കുളി തന്നെയായിരിക്കും നമ്മൾ ഫ്രൈഡേ ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഈദിന്റെ രാവിലെ ചെയ്യുന്നത് ആ സാധാരണ കുളി തന്നെയായിരിക്കും. പക്ഷെ ഒരാള് നീയത്ത് അവൻ മാറ്റി വെക്കണം. ഫ്രൈഡേ ജുമാക്ക് വേണ്ടിയുള്ള കുളി, ഫ്രൈഡേന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞ് അവൻ അങ്ങനെ നീയത്ത് വെച്ച് കുളിക്കുകയാണെങ്കിൽ, കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണല്ലോ, അങ്ങനെ നീയത്ത് വെച്ച് കുളിക്കുകയാണെങ്കിൽ അവിടെ സാധാരണ ചെയ്യുന്ന ഒരു കുളി തന്നെയാണ് അവിടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുളിയിൽ ബാഹ്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും വന്നില്ല. പക്ഷെ അവന്റെ നീയത്ത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിയതായതുകൊണ്ട് അവന് അള്ളാഹു ഉദ്ദേശിച്ച പ്രതിഫലം ലഭിക്കും. അത് എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. പുറത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാഹ്യത്തിൽ രണ്ടും സെയിം ആണ്. പക്ഷെ നീയത്താണ് ആ ഒരു കർമ്മത്തെ, ആ ഒരു അമലിനെ പുണ്യകർമ്മമാക്കി മാറ്റിയത്. ഇവിടെ നീയത്താണ്. അതുപോലെ ഇപ്പൊ നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ഒരാൾക്ക് കൊടുക്കാം, അല്ലെ? ഇപ്പൊ ഒരാള് ഒരു സമ്പന്നനായ ഒരാള് 1000 രൂപ കൊടുത്തു ഒരാൾക്ക്. പക്ഷെ അവന്റെ നീയത്ത് സ്വന്തം തൃപ്തിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. അതേസമയം ഇപ്പുറത്തെ ഒരാള് 2 രൂപ അവന്റെ കയ്യിലുണ്ടായ 2 രൂപ അവൻ അള്ളാഹുവിന് വേണ്ടി നൽകി. കാരണം അവനെ അറിയാം സ്വതത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണ്. അങ്ങനെ അവൻ ആ 2 രൂപ അവിടെ ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടി നൽകിയ, ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന? അള്ളാഹുവിൽ നിന്നുള്ള അജർ ആർക്കായിരിക്കും? ആ ഏറ്റവും നല്ല നീയത്ത് വെച്ച് നൽകിയ അയാൾക്കായിരിക്കും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാം. മറ്റേ ആളുടെ അവിടെ ചിലപ്പോൾ ഷിർക്ക് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ചെറിയ ഷിർക്കുൽ അസ്ഗർ അവിടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവൻ അവിടെ തൃപ്തിപ്പെടുത്തിയത് ആരെയാണ്? അള്ളാഹുവിനെ അല്ല, മനുഷ്യന്മാരെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്മോൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം അസ്ഹാബുൽ നാരിൽ പെടാൻ വരെ ചാൻസ് ഉണ്ടാവും. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആയത്ത് സ്പീച്ച് എഴുതിയെടുത്തപ്പോ ഓർത്ത ആയത്താണ് സൂറത്തുൽ ഇൻസാനിലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിശ്ചയമായും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ
ഭക്ഷണം നൽകുന്നത്. ഞങ്ങൾ നിങ്ങളിൽ നിന്നും ഒരു പ്രതിഫലമാകട്ടെ നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു ആയത്ത്. ശരിക്കും നമ്മളും ഒരു അമല് ചെയ്യേണ്ടത് ഇതേ ഒരു നിയത്തിലായിരിക്കണം. നമ്മൾ അവരിൽ നിന്നൊരു താങ്ക്സ് പോലും പ്രതീക്ഷിക്കരുത്. നമ്മൾ ശരിക്കും ആ ഒരു അമല് ആർക്കു വേണ്ടിയാണ് ചെയ്യണം? നമ്മൾ ഏതൊരു അമലും നല്ല അമലും അള്ളാഹുവിന് വേണ്ടി മാത്രം ഇരിക്കണം ചെയ്യണം. ഇപ്പൊ ഞാനൊരു പേന കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അയാളിൽ നിന്ന് ഒരു താങ്ക്സ് പോലും പ്രതീക്ഷിക്കരുത്. കാരണം അവിടെ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെ മാത്രമാണ്. അപ്പൊ ഒരു താങ്ക്സ് പോലും നിങ്ങൾക്കും വല ഷുക്കൂറ, ഒരു താങ്ക്സ് പോലും ആഗ്രഹിക്കരുത്, അല്ലെങ്കിൽ പ്രതിഫലം അത്ര പോലും ആഗ്രഹിക്കരുത്. അങ്ങനെയായിരിക്കണം നമ്മുടെ ഓരോ അമലുകൾ ഉണ്ടാവും. എങ്കിൽ മാത്രമുള്ള ആ ഒരു അമല് ഖാലിസ് ആവുള്ളൂ, അള്ളാഹുവിന് വേണ്ടി മാത്രമാവുള്ളൂ. അയ്യക്കൂനലില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമാവുള്ളൂ. അപ്പൊ നമ്മുടെ നിയ്യത്ത് മെയിൻ ആയിട്ട് എന്തായിരിക്കണം? നമ്മുടെ മെയിൻ ലക്ഷ്യം സ്വർഗമായിരിക്കണം. അതുപോലെ നരകത്തിൽ നിന്നുള്ള മോചനായിരിക്കണം. അതുപോലെ അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതലായിട്ട് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം എന്നുള്ളതായിരിക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നേട്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ അമലും നമ്മൾ ചെയ്യേണ്ടത്. അത് ഫ്രം മോർണിംഗ് ടു ടിൽ നൈറ്റ് വരുന്ന എല്ലാ റുട്ടീൻസിലും ഇത് ശ്രദ്ധിക്കാൻ, ഇത് നല്ലോണം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ വേറൊരു എക്സാമ്പിൾ പറയാണ്. ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്നതായിരിക്കും, എസ്പെഷ്യലി പുരുഷന്മാര്. ഇപ്പൊ ഒരാൾ ജോലി കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ട് വരാണ്. പെട്ടെന്ന് ഒരു പള്ളി കണ്ട്, ആ പള്ളിയിൽ AC ഉണ്ട്, അയാൾക്ക് അറിയാം അവിടെ AC ഉണ്ടെന്ന്. അപ്പൊ അയാള് ആ പള്ളി കയറുന്നത് ആ AC തണുപ്പില് കൂളായിട്ട് ഇവിടെ ഇരിക്കാൻ, റെസ്റ്റ് എടുക്കാനാണ്. ആ ഒരു ഉദ്ദേശമാണെങ്കിൽ അവനവിടെ പ്രത്യേകിച്ച് കൂലിയൊന്നും ലഭിക്കൂല. അതേസമയം അയാളുടെ നീയത്ത് ഞാനിപ്പോ അള്ളാഹുവിന്റെ ഭവനത്തിലാണ് എന്നുള്ള ആ ഒരു നീയത്താണ് അവന്റെ ഉള്ളിലുള്ളെങ്കിലോ അള്ളാഹുവിൽ നിന്ന് അവന് പ്രതിഫലം ലഭിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ നീയത്തിനനുസരിച്ച് ആ ഒരു അമൽ ഇവിടെ ഉയർന്നത് കണ്ടില്ലേ? സാധാരണ ചെയ്യുന്ന ഒരു അമലാണ്, പക്ഷെ അത് അതിന്റെ ആ സ്ഥാനം മാറ്റിയത് എന്താണ്? നീയത്താണ് അവിടെ സാധാരണ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിനെ സൽക്കർമ്മമാക്കി മാറ്റിയത്. ഇനി ഇപ്പൊ പറഞ്ഞതൊക്കെ, ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ സാധാരണ ചെയ്യുന്ന ഒരു പ്രവർത്തിയെ സൽക്കർമ്മമാക്കുന്നതാണ്. ഇനി പറയുന്നത് ഓരോ അമലിന്റെയും പദവി ഉയർത്തുന്നതും നീയത്ത് തന്നെയാണ്. അതൊരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ അത് ക്ലിയറോ? അതായത് ഇപ്പൊ നമ്മൾ ഫജറിന്റെ അദാൻ കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കും, വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കും. പുറത്ത് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ 2 റക്അത്താണ് അവൻ ഫസ്റ്റ് നിസ്കരിച്ച, പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച. അപ്പൊ പക്ഷെ ആ നിസ്കരിക്കുന്ന ആൾക്കറിയാം ഫസ്റ്റ് എന്താണ് അവൻ നിസ്കരിച്ച? സുന്നത്താണ് നിസ്കരിച്ച, പിന്നീട് ഫർദ് നിസ്കരിച്ചു. ഇവിടെ സുന്നത്തിനേലും ഇമ്പോർട്ടൻസ് കൂടുതൽ ഫർദിലാണല്ലോ. അപ്പൊ ഇവിടെ നീയത്താണ് ആ 2 അമലിനെയും വ്യത്യാസപ്പെടുത്തിയത്. അതിന്റെ ആ ഒരു ഗ്രേഡ് തന്നെ തീരുമാനിച്ചത് ആ ഒരു നീയത്താണ്. പുറത്തുനിന്ന് നോക്കിയാൽ 2 റക്അത്ത് സെയിം രീതിയിൽ ചിലപ്പോൾ സെയിം സൂറത്ത് തന്നെ ആയിരിക്കും ഓതുന്നത്, പക്ഷെ നീയത്തിലാണ് അവിടെ വ്യത്യാസം വന്നത്. അതിനനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക. ഇതെല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. അതുപോലെ നല്ല നീയത്തിന് ധാരാളം നേട്ടങ്ങളുണ്ട്. അതിലൊന്നും നമ്മൾ അശ്രദ്ധരാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞ? വലാ തകുൻ മിനൽ ഗാഫിലീൻ. നിങ്ങൾ അശ്രദ്ധരാകരുത്. സത്യവിശ്വാസികൾ ഒരിക്കലും അശ്രദ്ധരാകരുത്. കാരണം കുറച്ച് നാളെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ളൂ. അപ്പൊ മാക്സിമം നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ ഖൽബ് എപ്പോഴും ഉണർന്നിരിക്കണം. അല്ലെങ്കിൽ അമല് വെറുതെ ചടങ്ങുകളായി മാറും. അത് ആദ്യത്തെ ഒരു റുട്ടീൻ പോലെ എഴുന്നേറ്റ് റോബോട്ടിനെ പോലെ ഇങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്യും. എന്തിനാ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ആ ഒരു സ്ഥിതിയിലോട്ട് വരും. അതുകൊണ്ട് ഖൽബ് എപ്പോഴും ഉണർന്നിരിക്കണം. കാരണം എന്താ? നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി, കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രൂപത്തിലോട്ടല്ല നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ടല്ല നോക്കണം. പകരം അള്ളാഹു നമ്മുടെ നോക്കാം നമ്മുടെ ഖൽബിലോട്ട്, അള്ളാഹുവിന് വേണ്ടി ഖാലിസാകുന്ന ആ ഒരു ഖൽബിലോട്ടും, അതുപോലെ നമ്മുടെ ഖാലിസായ പ്രവൃത്തി സാലിഹുൽ അഅമാലിലോട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അതുപോലെ വേറൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. സുബ്ഹാനല്ലാഹ്, ഒരാള് അള്ളാഹുവിനോട് എനിക്ക് ഒരാൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക, അള്ളാഹു എന്നെ ഷഹീദാക്കി മരിക്കണേ. കാരണം നമുക്കറിയാം ഷഹാദത്തിന്റെ കൂലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച കഴിഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യന് ശുഹദാക്കളുടെ പദവി നൽകും. അവൻ തന്റെ വിരിപ്പിലാണ് മരണപ്പെട്ടതെങ്കിലും. ഒരാൾ പ്രാർത്ഥിക്കാൻ അള്ളാഹു എന്നെ ഷഹീദാക്കണേ,
മരിക്കാനായിട്ട് ഷഹീദായി മരിക്കാനുള്ള തൗഫീഖ് നൽകാണ്. പക്ഷെ അവൻ അള്ളാഹു ആ ഒരു പദവി നൽകും. അവനിപ്പോ മരണപ്പെട്ടത് ആ ബെഡിൽ കിടന്നിട്ടാണെങ്കിൽ പോലും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അത്രയും വലിയ അത്രയും വലിയ പൊസിഷൻ തന്നെ അവന് നൽകാൻ ഇടയായത് എന്താണ്? അവന്റെ ഖാലിസായ ആ ഒരു നീയത്താണ്. അവൻ ശരിക്കും ഷഹീദ് ആയിട്ടല്ലായിരുന്നു മരിച്ചത്, പക്ഷെ അവന്റെ നീയത്താണ് ആ ഒരു പദവി അവന് നൽകിയത്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഹദീസ് ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു ഹദീസ് തന്നെയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഹ്വാനം ഉണ്ടായപ്പോ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു ടൈമായിരുന്നു. പക്ഷെ നമുക്കറിയാം സഹാബിമാരൊക്കെ സുബ്ഹാനല്ലാഹ് റളിയല്ലാഹു അൻഹും അവര് പെട്ടെന്ന് തന്നെ അതിന് തയ്യാറായി. പക്ഷെ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇതുപോലെ ദുർബലരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ വരാൻ ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാർ, പക്ഷെ അവർക്ക് വരാൻ സാധിക്കാതെ യുദ്ധത്തിന് പങ്കെടുക്കാൻ പറ്റാത്തവരായ ആൾക്കാര്. അപ്പൊ ഇവരുടെ ഈ ഒരു സങ്കടമൊക്കെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്, സഹാബിമാര് ആ യുദ്ധത്തിന് പങ്കെടുത്ത ആ ഒരു ടൈം പോകുന്നത് മുതൽ അവര് യുദ്ധത്തിന് പങ്കെടുത്ത അതേ അജറ് തന്നെയായിരിക്കും ഈ യുദ്ധത്തിന് പോകാതെ ഈ ദുർബലരായ ആൾക്കാർ വീട്ടിലിരിക്കുന്നില്ലേ, അവർക്കും അതേ അജറായിരിക്കും. കാരണം എന്താണ്? അവരുടെ ആ ഒരു നീയത്തിന്റെ ഇഖ്ലാസ് കൊണ്ടാണ് അവർക്ക് ആ സെയിം അജർ തന്നെ കിട്ടാൻ ഇടയായത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, മറ്റവര് യുദ്ധം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ ആ ഒരു ലൈനിൽ വെച്ചിട്ട് അത്രയും ചെയ്തിട്ടും സുബ്ഹാനല്ലാഹ് അതേ സെയിം അജർ തന്നെയാണ് യുദ്ധത്തിന് പങ്കെടുക്കാത്തവർക്കും ലഭിച്ചത്. അവിടെ അതിന് കാരണമാക്കിയത് എന്തുമാത്രമാണ്? അവരുടെ ആ ഇഖ്ലാസു നീയത്തിലുള്ള ഇഖ്ലാസ് കൊണ്ട് മാത്രമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു ഹദീസ് നമുക്ക് കാണാം. അതായത് രണ്ട് മുസ്ലിങ്ങള് വാളുകൊണ്ട് ഫൈറ്റ് ചെയ്യാണ് പരസ്പരം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാതിലും മഖ്തൂലും ഫിന്നാർ, അവർ രണ്ടുപേരും നരകത്തിലാണെന്ന് പറയാണ്. അതായത് കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ സഹാബത്ത് വെച്ചു, കൊന്ന ആള് നരകത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കും, പക്ഷെ എങ്ങനെയാണ് കൊല്ലപ്പെട്ട ആൾ എങ്ങനെയാണ് നരകത്തിലാവണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ കൊന്ന ആൾക്ക് രണ്ടുപേരുടെ ഉദ്ദേശം എന്തായിരുന്നു? പരസ്പരം കൊല്ലാനായിരുന്നു. പക്ഷെ ഫസ്റ്റ് ചാൻസ് കിട്ടിയത് ആർക്കാണ്? ആ ഫസ്റ്റ് മരിക്കാൻ ഇടയായത് ആരാണ്? ആ മരിച്ച ആളാണ്. അപ്പൊ ആ ഒരു പക്ഷെ ശരിക്കും ഇവരുടെ നെയ്യത്തും തന്നെയായിരുന്നു പരസ്പരം കൊന്നുകളയുക എന്നുള്ള ആ ഒരു നെയ്യത്തായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും നരകത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നീയത്ത് എത്ര ചീത്തയാണെങ്കിലും രണ്ടുപേരുടെ നീയത്ത് ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും നരകത്തിലാവാൻ ഇടയായത്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരാള് പാവം, മറ്റൊരാള് അറിയാതെ കൊല്ലപ്പെട്ടു എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മനസ്സ്. പക്ഷെ ശരിക്കും അവർ രണ്ടുപേരുടെ നീയത്ത് ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും നരകത്തിലാണ്. ഇനി സുബ്ഹാനല്ലാഹ്, വേറൊരു മനോഹരായിട്ടുള്ളൊരു ഹദീസ് ഉണ്ട്. അതായത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ഏതാണ്? അത് സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് കുറച്ചാണെങ്കിലും ശരി. അതിപ്പോ നമ്മൾ രാത്രി നിസ്കാരമാണെങ്കിലും, ഒരാൾ രാത്രി നിസ്കരിക്കുകയാണെങ്കിലും ആദ്യം അവൻ ചിലപ്പോ കുറെ വിത്റും തഹജ്ജുദ് ധാരാളം നിസ്കരിക്കുന്നുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ദിവസം അത് കുറഞ്ഞു വന്നു, പിന്നെ നിസ്കാരം ഇല്ല. ആ ഒരു സ്ഥിതിയിലോട്ട് വരരുത് ഒരിക്കലും. പകരം എങ്ങനെയായിരിക്കണം? ആ ഒരു ഇസ്തിഖാമത്ത് എപ്പോഴും ഉണ്ടാവുക, ആ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും ഉണ്ടാവുക. ഇപ്പൊ ഇന്ന് 3 റക്അത്ത് നിസ്കരിച്ച പിറ്റേന്ന് എണീക്കാൻ കുറച്ച് വൈകി, അപ്പൊ അവൻ ഒരു റക്അത്തെങ്കിലും ഒന്ന് നിസ്കരിക്കാൻ ശ്രമിക്കുക ആ ഒരു ഉള്ള ടൈമില്. അങ്ങനെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും അവിടെ ഒരു ഗ്യാപ്പ് ഇടരുത്, അല്ലെങ്കിൽ ആ ഒരു അമല് ബ്രേക്ക് ആക്കരുത്. കാരണം എന്താണ്? അഹബ്ബുൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി അത് ധാരാളം കുറേ ഇങ്ങനെ ചെയ്യുന്നതല്ല, പകരം അത് കുറച്ചാണെങ്കിൽ അത് സ്ഥിരമാക്കുന്ന പ്രവൃത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടം. നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ മാക്സിമം സ്ഥിരമായി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു അമലാണ്. ഫോർ എക്സാമ്പിൾ ദുഹാ നിസ്കാരം. പക്ഷെ അവന് ഇന്ന് ഒരു യാത്ര ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര രോഗിയായിട്ട് കിടക്കാണ്. അപ്പൊ രോഗം പിടിച്ച് കിടക്കാണ്. ആ ഒരു അവസ്ഥയിൽ അവനെ നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ അവന് അതിന് ഉള്ള കൂലി കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ ദഅവത്തുൽ ഇലയിൽ സ്ഥിരമായിട്ട് കയറുന്ന ഒരാളാണ്.
പക്ഷെ ഇന്ന് അവന് ഭയങ്കര പ്രയാസപ്പെട്ടു. അങ്ങനെ അള്ളാഹു നോക്കുന്ന ആ ഒരു സദസ്സിൽ വരാൻ പറ്റിയില്ല എങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച അവന് പ്രതിഫലം ലഭിക്കും. സുബ്ഹാനല്ലാഹ്, ദീൻ എത്ര സിമ്പിളാണ്. ഇങ്ങനെ അമലുകൾ നമ്മൾ സ്ഥിരമാക്കിയാൽ മതി. ഒരു അമല് അള്ളാഹുവിന് വേണ്ടി സ്ഥിരമാക്കി കഴിഞ്ഞാൽ അള്ളാഹു അത് എളുപ്പമാക്കി നൽകും. ഇപ്പൊ അഥവാ നമുക്കത് ചെയ്യാനും പറ്റിയില്ലെങ്കിലും അതിന്റെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒട്ടും കുറയാതെ തന്നെ തരും എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ ഒരാൾ ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചു. ഇപ്പൊ ഞാൻ ഒരു പള്ളി പണിയാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ എനിക്കത് പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ പരിശ്രമിച്ചിട്ട് എനിക്കത് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് ഒരു നല്ലൊരു ഹദീസ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ രാത്രി സ്വതക്ക ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ് രാത്രി. അപ്പൊ അയാള് സ്വതക്ക നൽകിയത് ഒരു മോഷ്ടാവിനായിപ്പോയി. രാത്രി ആയതുകൊണ്ട് കാണൂല, ആർക്കാണ് കൊടുക്കണേന്ന് മനസ്സിലാവൂലല്ലോ. പക്ഷെ അയാൾ കൊടുത്തു പോയത് ഒരു മോഷ്ടാവിനായിപ്പോയി. പിറ്റേന്ന് ആളുകൾ ഇതെല്ലാം അറിഞ്ഞു. എന്നിട്ട് അയാളെങ്ങനെ കളിയാക്കി കുറ്റപ്പെടുത്താൻ തുടങ്ങി. സ്വതക്ക നൽകിയത് ഒരു മോഷ്ടിക്കുന്നവനായി പോയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഈ ആള് എന്ത് പറഞ്ഞ, അൽഹംദുലില്ലാ, അള്ളാഹു ഇത് ഉദ്ദേശിച്ചതാണ്, എന്റെ റബ്ബ് ഇത് ഉദ്ദേശിച്ചതാണ് ഇയാൾക്ക് കൊടുക്കുക എന്നുള്ളത്. അയാൾക്ക് ആ ഖാലിസായിട്ടുള്ള നിയ്യത്ത് അപ്പോഴുണ്ടായി. എന്നിട്ട് പിറ്റേന്ന് ഇയാൾ വീണ്ടും സ്വതക്ക നൽകാൻ വേണ്ടി ഇറങ്ങി രാത്രി. പക്ഷെ അയാൾ നൽകിയത് ആർക്കായി പോയി? ഒരു ജാനിയായിട്ടുള്ള, ഒരു വ്യഭിചാരിക്കുന്ന ഒരു സ്ത്രീക്കായി പോയി. അങ്ങനെ പിറ്റേന്നും ഇതൊരു സംസാരമായി മാറി. എല്ലാവരും ഇയാൾ കളിയാക്കാൻ തുടങ്ങി. അപ്പോഴും ഇയാൾ തന്നെ പറയണം, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അള്ളാഹു നിനക്ക് സ്തുതി, കാരണം എന്റെ നിയ്യത്ത് ഖാലിസാണ്. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വ്യഭിചാരിക്ക് കിട്ടാൻ ഇടയായത്. അതുപോലെ തേർഡ് ടൈം വീണ്ടും ഇയാള് രാത്രി ഇതിനു വേണ്ടി ഇറങ്ങി, സ്വതക്ക നൽകാൻ വേണ്ടി ഇറങ്ങി. പക്ഷെ ഈ ടൈം അയാൾ കൊടുത്തത് ഒരു ഭയങ്കര ധനികനായിട്ടുള്ള ഒരാളാണ്, നല്ല പൈസക്കാരനാണ്. അപ്പൊ ഇതും വീണ്ടും ആൾക്കാർക്ക് കളിയാക്കാൻ വീണ്ടും ഇതൊരു കേസായി. അപ്പോഴും ഇയാളും തന്നെയാണ് പറഞ്ഞത്, അല്ലാഹു ലക്കൽ ഹംദ് തന്നെയാണ്. എന്നിട്ട് ഒരു രാത്രി ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ട ഒരാൾ ഇങ്ങനെ വന്ന പോലെ സ്വപ്നത്തിൽ വന്നിട്ട് ഒരാൾ പറയണം, ഈ കള്ളനായ ആൾക്കും അതുപോലെ ഈ വ്യഭിചാരിയായ പെണ്ണിനും അവന്റെ ആ തെറ്റ് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നിന്റെ സ്വതക്ക കാരണമായേക്കാം എന്ന് അവന്റെ ആ ഒരു സ്വപ്നത്തില് ആ ഒരാൾ വന്ന് പറയാം. അതുപോലെ ഈ ഒരു ധനികനായ ആൾക്ക് പൈസ കൊടുത്തില്ല, അയാൾക്ക് ഒരു പക്ഷെ ഒരു കുറ്റബോധം തോന്നി, അയാളും ആ നന്മയിലോട്ട്, അതായത് മറ്റുള്ളവർക്ക് സ്വതക്ക നൽകുന്ന ആ ഒരു നന്മയിലോട്ട് എത്തിച്ചേരാം. അതിനൊക്കെ കാരണം ഇവരുടെയൊക്കെ ഈ ഖൈറിന്റെ സബബ് ആരായിരിക്കും? ഇയാളായിരിക്കും. കാരണം ഇയാൾ അവിടെ നിന്ന് ആ സ്വതക്ക നൽകിയത് കൊണ്ടാണ് ഇവർക്കൊക്കെ അവരുടെ തെറ്റിൽ നിന്ന് പിന്മാറാനും അവരുടെ തെറ്റ് മനസ്സിലാക്കാനും അത് മാറ്റാനും ഈടെയാകുന്നത് ഇയാളുടെ ഈ ഒരു സ്വതക്കയാണ്. അപ്പൊ ശരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നല്ല നീയത്തായിരിക്കും, പക്ഷെ വരുന്ന ഔട്ട്കം ഒരു പക്ഷെ നല്ലതല്ലായിരിക്കും. അതായത് നമ്മൾ നല്ലോണം ഉദ്ദേശിച്ച് പക്ഷെ റിസൾട്ട് ഒന്നും നമ്മൾ അങ്ങനെ കാണുന്നില്ലെങ്കിലും നമ്മൾ ആരും വിഷമിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ധാരാളം അജർ അള്ളാഹുവിന് നൽകാൻ സാധിക്കും. അവന്റെ ഫദ്ലിൽ നിന്ന് ധാരാളം നന്മകൾ നമുക്ക് നൽകാനും അവന് സാധിക്കും, നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ പണ്ഡിതന്മാര് വേറെ പറഞ്ഞൊരു ഉദാഹരണമാണ്, അതായത് നമ്മൾ സ്ത്രീകള് ധാരാളം അടുക്കളയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഹസ്ബൻഡിനെ നോക്കാനാണെങ്കിലും മക്കൾക്ക് തർബിയത്ത് നൽകാനാണെങ്കിലും വീട് വൃത്തിയാക്കാനാണെങ്കിലും ഇതിനൊക്കെ ധാരാളം അവര് പരിശ്രമിക്കുന്നുണ്ട് രാവിലെ തന്നെ എണീറ്റ്. അപ്പൊ ഇതിനൊക്കെ അവരുടെ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അവർക്കൊക്കെ ഓരോ അവർ ചെയ്യുന്ന പ്രവൃത്തിക്കും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. നേരെ മറിച്ച് ഇതൊക്കെ ഒരു റുട്ടീൻ, പണ്ടുകാലം മുതലേ ഇങ്ങനെയാണ് എല്ലാവരും രാവിലെ എണീക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു നിയ്യത്തില്ലാതെ ഇതൊക്കെ വെറുതെ ഒരു ആദത്താക്കിയിട്ട് റുട്ടീൻ പോലെ ചെയ്യുകയാണെങ്കിൽ അവനപ്പോ അവിടെ ഒരു പ്രതിഫലമില്ല, അവൾക്കപ്പോ അവിടെ ഒരു പ്രതിഫലമില്ല. നേരെ മറിച്ച് അള്ളാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാണ് അവൾ ഓരോന്നും ചെയ്യണത്. അള്ളാഹുവിന് വേണ്ടി ചെയ്യണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം അവൾക്ക് ലഭിക്കും. അങ്ങനെ അവൾക്ക് ഓരോ കാര്യം അപ്പൊ ബേർഡനായിട്ട് തോന്നൂല, എല്ലാം ഈസി ആയിട്ടേ തോന്നുള്ളൂ. കാരണം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് താങ്ക്സ് കേൾക്കണ്ട, പക്ഷെ അള്ളാഹു അവൾക്ക് പ്രതിഫലം നൽകുന്നുള്ള ആ ഒരു സ്ട്രോങ് ബിലീഫ് അവൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അവൾക്ക് ഓരോ കർമ്മവും എളുപ്പമായി മാറും. ഇതുപോലെ തന്നെ പുരുഷന്മാർക്കും അവരും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണല്ലേ സുബ്ഹാനല്ലാഹ് ഓരോ തവണ ജോലി ചെയ്ത് വെയിലത്ത് ഇരുന്ന് ജോലി ചെയ്യണം. ഇതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നിന്ന് മാത്രമേ ഇവർക്ക് പ്രതിഫലം ലഭിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഒരു കഷ്ടപ്പാടിന്
അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും, അവരുടെ നീയത്ത് നല്ലതാണെങ്കിൽ. നീയത്ത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ. ഇനിയിപ്പോ നേരെ മറിച്ച നീയത്ത് ധാരാളം പൈസ ഉണ്ടാക്കി വലിയൊരു വീട് ഉണ്ടാക്കണം, എന്നിട്ട് അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു നീയത്താണെങ്കിൽ അവൻ ഈ ചെയ്യുന്നത് യാതൊരു ഫായത ഉണ്ടാവില്ല. ദുനിയാവിൽ ഒരു പക്ഷെ ഫായത ഉണ്ടാവും, പക്ഷെ നാളെ മരിച്ചു കഴിയുമ്പോൾ ഫായത ഉണ്ടാവില്ല. അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല, അവന്റെ അജർ തീരെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നീയത്ത് മാക്സിമം നന്നാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കി നൽകട്ടെ. അതുപോലെ ഇപ്പൊ നമ്മൾ ഓരോ ഡെയിലി ചെയ്യുന്ന സ്മോൾ തിങ്സ് ആണെങ്കിൽ പോലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ റൈറ്റ് ചെയ്യുന്ന തുടങ്ങണം, അതുപോലെ ചെരുപ്പ് ഇടുമ്പോൾ റൈറ്റ് ചെയ്യുന്ന തുടങ്ങണം, ഭക്ഷണം കഴിക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് വെച്ച് കഴിക്കുക, അങ്ങനെ ബാത്റൂമിൽ കയറുമ്പോൾ റൈറ്റ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പണ്ട് പഠിച്ചതായിരിക്കാം, അങ്ങനെ അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ അതൊരു റുട്ടീൻ ആയതുകൊണ്ട് നമ്മൾ മറന്നുപോയി, ഇതൊരു ഹദീസാണെന്ന് തന്നെ മറന്നുപോയ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, പുതുക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണത് എന്നുള്ള ആ ഒരു നീയത്ത് നമ്മൾ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അജ്ർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ, അല്ലെ? നല്ല നീയത്ത് ഉണ്ടെങ്കിൽ ആ ഒരു അമല് അഹ്സന അമലായി മാറുകയുള്ളൂ. അതും എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന റൂട്ടീനിൽ നിന്ന് പോലും ധാരാളം പ്രതിഫലം ലഭിക്കാൻ നമ്മുടെ നീയത്ത്, ഇഖ്ലാസുള്ള നീയത്ത് കാരണമായി തീരും. അതുപോലെ ഒരു വലിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇബാദത്ത്, അതായത് ഞാൻ പറഞ്ഞു, ഒരു സാധാരണ അമലിനെ ഇബാദത്ത് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു സൽക്കർമ്മമാക്കി മാറ്റാൻ നീയത്തിന് സാധിക്കും. അതുപോലെ ഒരു ഇബാദത്തിനെ സാധാരണ ഒരു അമലാക്കി മാറ്റാൻ എന്തിനു പറ്റും? സാധാരണ നമ്മൾ എന്ന് ചെയ്യുന്ന ഒരു ഇതാക്കാനും നീയത്തിന് സാധിക്കും. അതും ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പൊ നമ്മൾ എല്ലാവരും ഫർദ് നിസ്കാരം 5 നിസ്കരിക്കാറുണ്ടല്ലേ, പക്ഷെ നമുക്ക് ഇതിപ്പോ ഒരു ഇബാദത്താണെന്ന് തന്നെ നമ്മൾ മറന്നു. കാരണം ബാങ്ക് വിളിക്കാണ്ട് കുറെ ടൈം കഴിയുമ്പോൾ ഉമ്മച്ചിന്റെ നിർബന്ധ പ്രകാരം ഓടിപ്പോയി നിസ്കരിക്കും. ഇതൊരു ആദത്തായിട്ട് മാറിയേക്കാണ്, ഒരു റുട്ടീനായിട്ട് മാറിയേക്കാണ്. അപ്പൊ അവന് മനസ്സിലാവുന്നില്ല ഇതെന്താണ്, ഇബാദത്താണ്, ഇത് അള്ളാഹുമായിട്ടുള്ള കോൺവെർസേഷൻ ആണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവന് സ്വലാത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. അങ്ങനെ എല്ലാവരും നിസ്കരിക്കുന്നത് കാണാം, അതുകൊണ്ട് ഞാനും നിസ്കരിക്കുന്നു. ആ മുസ്ലിം എന്ന ഒരു ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയാണ് അവനത് ചെയ്യണത്. അപ്പൊ അതാണ് ആക്ച്വലി അവന്റെ നീയത്ത്. അപ്പൊ ആ ഒരു ഭയങ്കര മഹത്വമായിട്ടുള്ള ആ ഒരു ഇബാദത്തിന്റെ വാല്യൂ അവന്റെ നീയത്താണ് നഷ്ടമാക്കുന്നത്. അപ്പൊ ആ ഒരു സ്വലാത്ത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവന് അതിനുള്ള അജറൊന്നും ലഭിക്കുകയില്ല. കാരണം അവന്റെ നീയത്ത് ഇഖ്ലാസുള്ളതല്ലായിരുന്നു, അവൻ എന്തിനാ ചെയ്യണേന്ന് അവന് പോലും അറിയില്ല. അപ്പൊ ഇതും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ സ്വതക്ക നൽകുകയാണെങ്കിലും നമ്മൾ എപ്പോഴും നീയത്ത് ഷാർപ്പാക്കി കൊണ്ടിരിക്കുക, നമ്മുടെ നിസ്കാരത്തിലും നീയത്ത് ഷാർപ്പാക്കുക. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് എപ്പോഴെപ്പോഴും സ്വന്തത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ നിഫാഖ് ഒന്നും ഒരു അമല് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിലോട്ട് വരരുത്. ഇതൊക്കെ ഹൃദയത്തിന്റെ രോഗങ്ങളാണ്. ഇതിനൊക്കെ ശരിക്കും അത്ര ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഇതെപ്പോഴും ഷെയ്ത്താന്റെ അറ്റാക്ക് എപ്പോഴും നമ്മുടെ നേരെ ഉണ്ടാവും. പക്ഷെ ഇല്ല ഇബാദക മുഖ്ലിസീൻ, അള്ളാഹുവിന്റെ മുഖ്ലിസീങ്ങളായ അടിമകൾക്ക് ഷെയ്ത്താന്റെ അറ്റാക്കുകളൊന്നും ഏൽക്കൂല. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും പ്രാർത്ഥിക്കുക. നല്ല നീയത്തോടുകൂടി അള്ളാഹു നമുക്ക് എല്ലാവർക്കും ധാരാളം അമലുകൾ ഏറ്റവും നല്ല രീതിയിൽ ഇസ്തിഖാമത്തോടുകൂടി, അപ്പൊ അത് എപ്പോഴും സ്ഥിരതയായി ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഇതൊക്കെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കനം കൂടുന്നതായ അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ. റബ്ബ് അതിനെല്ലാം നമുക്ക് എളുപ്പമാക്കി നൽകട്ടെ. آخر دعوانا أن الحمد لله رب العالمين. أقول قولي هذا واستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا كثيرا. അൽഹംദുലില്ലാ, ഇതുവരെ നമ്മൾ കേട്ട ഒരു അറിവുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓരോ